നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടേ കണ്ണും മുഖവും വായും ഒക്കെ നന്നായിട്ട് കഴുകില്ലേ ശുദ്ധജലത്തിൽ. ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യണതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നാച്ചുറലി അങ്ങനെ അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ ആ ഒരു പതിവ് ചിട്ടവട്ടം അങ്ങോട്ട് ചെയ്യണു. പക്ഷെ അത് എന്തുകൊണ്ടാണെന്നൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ലോ. എന്നാൽ ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ, ഉപകാരപ്പെടും. ഓക്കെ, അതായത് നമ്മളിത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ, എന്തെന്ത് കാര്യങ്ങൾ കൊണ്ടാണ് ഓരോന്നും ചെയ്യണതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് ചെയ്യുമ്പോൾ അതിന് ഫലം കൂടുതലാണ് അല്ലേ. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ നല്ല ശുദ്ധജലം എടുത്ത് കണ്ണ് കഴുകുന്നില്ലെങ്കിൽ കഴുകണം, ഇന്ന് മുതൽ നാളെ മുതലെങ്കിലും. ഓക്കെ, അതെന്തുകൊണ്ടാണ് ശരി, നമ്മൾ രാത്രിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കണ്ണിൽ കുറെ മലങ്ങൾ അടിഞ്ഞു കൂടുന്നുണ്ട്. അത് നമ്മുടെ കണ്ണിലേക്കുള്ള ആ ഒരു സ്രോതസ്സുകളെയൊക്കെ അടയ്ക്കുന്നുണ്ട്. അതാണ് ഈ കൺപികളെയൊക്കെ. അത് ഒരു പരിധി വരെ ആവശ്യമാണ്, കണ്ണീരും ആവശ്യമാണ്. ഓക്കെ, എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കണ്ണിനെ എപ്പോഴും ഇങ്ങനെ വെറ്റാക്കി നിർത്തുന്നതിന് വേണ്ടിയാണ്. ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണല്ലോ നമ്മുടെ കണ്ണ്, നേത്രം. അപ്പം അത് ആ ഫ്ലൂയിഡൊക്കെ ലൈവായിട്ട് എപ്പോഴും ജീവശക്തിയോടുകൂടി നിലനിൽക്കണമെങ്കിൽ ഇത്തരം ചില സംഗതികൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇച്ചിരി ശുദ്ധജലത്തിൽ കണ്ണ് കഴുകണം. അപ്പോൾ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിലേക്ക് വരുന്ന രക്തക്കൊഴലുകളൊക്കെ വളരെ മൈന്യൂട്ട് കാപ്പിലറീസാണ്. അപ്പോൾ അതിലേക്ക് പെട്ടെന്നൊരു നമ്മൾ ചൂട് പിടിച്ചിരിക്കുന്നു, പെട്ടെന്ന് തണുപ്പ് വരുമ്പോൾ ആ ഒരു ഷ്രിങ്കിങ് ഉണ്ടാവും. അതുവഴി ചിലപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ബ്രേക്കേജോ ഡാമേജസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു മിനിമം ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് സാധ്യതയുണ്ട്. നമ്മൾ ചൂട് പിടിച്ചിരിക്കുന്നു, പെട്ടെന്ന് തണുത്ത വെള്ളം കൊണ്ട് അല്ലെങ്കിൽ ശുദ്ധജലം കൊണ്ട് നമ്മൾ കണ്ണ് കഴുകുന്നു. അപ്പോൾ അത്തരം അവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന സംഗതി ആദ്യം പറയാം. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ അല്പം വെള്ളം എടുത്തിട്ട് മുഖം ഒന്ന് കഴുകി നമ്മൾ വായിൽ കൗള് കൊള്ളണം. വായിൽ വെള്ളം ധരിച്ചതിന് ശേഷം വേണം കണ്ണ് കഴുകാനായിട്ട്. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെള്ളത്തിന്റെ ആ ടെമ്പറേച്ചറുമായിട്ട് നമ്മുടെ നാസാരന്ധ്രങ്ങളും നമ്മുടെ കണ്ണുകളും നമ്മുടെ ആ ഭാഗത്തുള്ള ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം അതുമായിട്ട് ആ ടെമ്പറേച്ചറുമായിട്ട് അഡ്ജസ്റ്റഡ് ആവും. അതിനുശേഷം നമ്മൾ കണ്ണ് കഴുകുമ്പോൾ അത്ര അപകടമാവുന്നില്ല. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇനി ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേറെ സംഗതി കൂടെ ശ്രദ്ധിക്കാം. നമുക്ക് ഈ നന്ദിയാർവട്ടം ഇല്ലേ, നന്ദിയാർവട്ടത്തിന്റെ പൂക്കള് ഒരു കമ്പ് വീട്ടിലില്ലെങ്കിൽ അതാ നട്ടോ, ഇഷ്ടം പോലെ ഉണ്ടായിക്കോളും, എല്ലാ കാലവും ഉണ്ടായിക്കോളും. വേനൽക്കാലത്തും വർഷക്കാലത്തും ഒക്കെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് വെളുത്ത പൂക്കള്. നിങ്ങൾ കണ്ടിട്ടില്ലേ, നന്ദിയാർവട്ടം നമ്പ്യാർവട്ടം എന്നൊക്കെ പല പല പ്രദേശങ്ങളിൽ ചെറിയ ഭാഷ വ്യത്യാസങ്ങളുണ്ട്. അത് വെളുത്ത പൂക്കൾ ഇങ്ങനെ ധാരാളം ഉണ്ടാവും. അത് തലേ ദിവസം രാത്രി ഒരു പിടി പറിച്ചെടുക്കുക, ഒരു കൈപ്പിടി നിറയെ പറിച്ചെടുത്തിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുക, ശുദ്ധജലത്തിൽ തിളപ്പിച്ചാറിയ വെള്ളം ആണെങ്കിൽ, ഇനിയിപ്പോൾ നല്ല വെള്ളം ഇല്ലാത്ത പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ നല്ല തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒരു പിടി നന്ദിയാർവട്ടത്തിന്റെ പൂക്കള് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു രാത്രി മുഴുവൻ ഇട്ട് വെക്കുക. എന്നിട്ട് പിറ്റേന്ന് രാവിലെ അത് അരിച്ചെടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഈ പൂക്കൾക്കിടയിൽ ചില പ്രാണികളോ ഉറുമ്പുകളോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതിൽ തേൻ കുടിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് അത് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ വെള്ളം കൊണ്ട് കണ്ണ് കഴുകുക രാവിലെ. ഓക്കെ, അപ്പോൾ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നേത്രത്തെ സംരക്ഷിക്കേണ്ട ഒരുപാട് ആവശ്യകതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ മൊബൈലിൽ നിന്നും കമ്പ്യൂട്ടറിൽ നിന്നും വരുന്ന റേഡിയേഷൻ നമ്മുടെ കണ്ണുകളെ ബാധിക്കുന്നുണ്ട്. പിന്നെ അന്തരീക്ഷ മലിനീകരണങ്ങൾ, നമ്മുടെ ജീവിത രീതികൾ, മനസ്സിലായോ? പിന്നെ ഒരുപാട് ടെമ്പറേച്ചർ കൂടി വരുന്നു, കാലക്രമേണ അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്നു, മനസ്സിലായോ? പിന്നെ നമ്മുടെ ഭക്ഷണ രീതികൾ, ജീവിത രീതികൾ, ഇതുപോലെ റേഡിയേഷൻ എല്ലാം മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ നേത്രത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ അതിന് രാവിലെ ഒരു കൗള് വെള്ളം കൗളിൽ പിടിച്ചതിന് ശേഷം കണ്ണുകൾ കഴുകുക. ഇനി നന്ദിയാർവട്ടത്തിന്റെ പൂക്കളൊന്നും ഇല്ലെങ്കിൽ നല്ല വെള്ളം കൊണ്ട്, പൈപ്പിലെ വെള്ളമൊക്കെ എടുക്കുമ്പോൾ ക്ലോറിനേറ്റഡ് വാട്ടർ ആവാൻ സാധ്യതയുണ്ട്, അത് ഞാൻ നിർദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല കിണറ്റിലെ വെള്ളം കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും ഉചിതം. ഓക്കെ, അപ്പോൾ ആ വെള്ളം ഇനി നന്ദിയാർവട്ടത്തിന്റെ പൂ കിട്ടുമെങ്കിൽ ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്ത് അരിച്ചെടുത്തതിന് ശേഷം ആ വെള്ളം കൊണ്ട് കണ്ണ് കഴുകുക. ഓക്കെ, അതിനു മുൻപായിട്ട് വായിൽ വെള്ളം ധരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സംഗതി, അപ്പോൾ നമ്മളിങ്ങനെ കണ്ണ് കഴുകി. ഇനി നമുക്ക് ഈ വായു കഴുകുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് അറിയാം. വായു കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, ഒരു ഗ്ലാസ് വെള്ളം, നല്ല വെള്ളം, അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കറിയുപ്പില്ലേ, സോൾട്ട്, അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം ആ വെള്ളം കൊണ്ട് കൊള്ളുകയാണെങ്കിൽ നമുക്ക് ഉള്ള ഗുണങ്ങൾ പറഞ്ഞുതരാം. അതായത് കൂടെ വായ്പുണ്ണ് വരുന്നവർ അത് നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കും. ഇങ്ങനൊരു പതിവായിട്ടൊരു ശീലം ഉണ്ടെങ്കിൽ, ആ വായ്പുണ്ണ് പതിവായിട്ട് വരുന്നുണ്ടെങ്കിൽ അതില്ലാതാവും. അതിന്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആ വായിൽ വരുന്ന ആ ആസിഡ് റിയാക്ഷൻ, ഉമിനീര് ഗ്രന്ഥികളിൽ നിന്നൊക്കെ വരുന്ന, അതുപോലെ ആ ദഹന രസങ്ങളുമായിട്ട് കലർന്ന് ആ തലേ ദിവസം കഴിച്ചിട്ടുള്ള ഭക്ഷണം മുഴുവൻ അത് വായിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്ന വഴി ബ്രഷ് ചെയ്യാതൊക്കെ കിടക്കുന്നവരുണ്ടാവുമല്ലോ, ബ്രഷ് ചെയ്ത് കിടക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യാൻ പറയുന്നത് അതിനു വേണ്ടിയാണ്. അപ്പോൾ അത് ഒരു രാത്രി കഴിയുമ്പോഴേക്കും അത് പല നമുക്ക് ദോഷങ്ങളായിട്ടുള്ള, നമുക്ക് രോഗകാരികളായിട്ടുള്ള ചില ബാക്ടീരിയകളും ഉണ്ടാവും, നല്ല ബാക്ടീരിയകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ആ ചീത്ത ബാക്ടീരിയകൾ വഴി നമുക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻസ്, അതുപോലെ സ്റ്റൊമറ്റൈറ്റിസ്, വായ്പുണ്ണൊക്കെ ഉണ്ടാവുന്നതിന്, അല്ലെങ്കിൽ മോണപഴുപ്പ്, പല്ലുകേട് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ഒരു സോൾട്ട് വാട്ടർ ഗാർഗിൾ, ലൂക്ക് വാം, ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ
ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കറിവേപ്പ് നന്നായിട്ട് അലിയിച്ച് ചേർത്ത് അതുകൊണ്ടൊന്ന് 2 പ്രാവശ്യം റിൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വായിലുണ്ടാകുന്ന ആ ബാക്ടീരിയാസൊക്കെ ആവശ്യമില്ലാത്ത ശത്രു ബാക്ടീരിയകളെയൊക്കെ നശിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. അതൊന്നാമത്തെ കാര്യം. പിന്നെ അടുത്തായിട്ട് നമുക്കൊരു മ്യൂക്കസ് ലൈനിങ്, ഒരു കോട്ടിങ് വന്ന് കയറും, ഒരു കഫത്തിൻ്റെ ആവരണം, ശ്ലേഷ്മാവരണം. നമുക്കൊരു രാത്രി മുഴുവൻ കഴിയുമ്പോൾ നമ്മുടെ തൊണ്ടയിലും അതുപോലെ നാക്കിലും ഒക്കെ അതൊക്കെ രുചി അറിയുന്നതിനും ദഹനത്തെയൊക്കെ ബാധിക്കും. അപ്പോൾ അതിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ഈ സോൾട്ട് വാട്ടർ കൊണ്ട് ഒന്ന് ഗാർഗിൾ ചെയ്ത് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തൊണ്ടവേദന അനുഭവപ്പെടുക, ഇത്തരം അവസ്ഥയൊക്കെ ഉള്ളവരാണെങ്കിൽ, ടോൺസിലൈറ്റിസ് വരിക, ഇത്തരം ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ളവരാണെങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ട് രാവിലെ എഴുന്നേറ്റ് ഉടനെ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ, ഇളം ചൂടുവെള്ളത്തിൽ 1/2 ടീസ്പൂൺ കറിവേപ്പ് അലിയിച്ച് ചേർത്ത് അതുകൊണ്ട് ഗാർഗിൾ ചെയ്യുക. 1-2 പ്രാവശ്യം ഒന്ന് വായിൽ ധരിച്ച് കുലുക്കുഴിഞ്ഞ് തുപ്പിക്കളയുക. അത്രയേ ഉള്ളൂ. 2-3 മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ. ഇതിനു മുൻപ് നിങ്ങൾക്ക് ബ്രഷ് ചെയ്തതിന് ശേഷമാവാം, അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുന്നതിന് മുൻപാവാം, എന്നാലും കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ നല്ല ബാക്ടീരിയകളെ സംരക്ഷിക്കുന്നതിനും ചീത്ത ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിനും വായിലുണ്ടാകുന്ന കഫത്തിൻ്റെ ആ കോട്ടിങ്, ആ ശ്ലേഷ്മ ആവരണം, ആ മ്യൂക്കസ് ലൈനിങ് അൺവാണ്ടഡ് ആയിട്ടുള്ള അതിനെ നിയന്ത്രിച്ച് നിർത്തുന്നതിന്, രുചി ഉണ്ടാക്കുന്നതിന്, രുചി അറിയുന്നതിന്, ദഹനരസങ്ങളെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായകമാകുന്നതിന്, അതുപോലെ ഈ വായ്പുണ്ണ് നിയന്ത്രിച്ച് നിർത്തുന്നതിന്, പല്ലുകളിലും മോണകളിലും ഒക്കെ രോഗങ്ങൾ ഉണ്ടാക്കുന്ന രോഗഹേതുക്കളായ ബാക്ടീരിയകളെ നശിപ്പിച്ച് കളയുന്നതിന് സഹായകമാകുന്നുണ്ട്. അപ്പോൾ മിനിമം ഇതുപോലെ പ്ലെയിൻ വാട്ടർ കൊണ്ട് ഗാർഗിൾ ചെയ്യുക. നമുക്ക് കണ്ണ് കഴുകുമ്പോൾ അതും ഉപകാരമാണ്. അതുപോലെ സാൾട്ട് വാട്ടർ ലുക്വാം വാട്ടറിൽ കലക്കിയിട്ട് അതുകൊണ്ട് ഗാർഗിൾ ചെയ്താൽ ഇത്തരം പ്രയോജനങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ കറിവേപ്പ് പറഞ്ഞല്ലോ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ശുദ്ധമായ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണെങ്കിൽ വിശേഷമായി. അപ്പോൾ മഞ്ഞൾപ്പൊടിക്ക്, മഞ്ഞളിന്, ടർമറിക്കിനുള്ള ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് ലോകം മുഴുവൻ അറിയാം, ലോകം മുഴുവൻ പ്രശസ്തമാണ്. ഓക്കെ. അപ്പോൾ എന്തൊക്കെ വേണം? അല്പം തിളപ്പിച്ചാറിയ ഒരു ലൂക്വാം വാട്ടർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കറിവേപ്പ്. ഓക്കെ. ഇത് ഇത്രയും നന്നായിട്ട് ഇളക്കി ചേർത്ത മിശ്രിതം കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് പല പ്രാവശ്യം 2-3 പ്രാവശ്യമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഗാർഗിൾ ചെയ്യുക, എന്നിട്ട് തുപ്പിക്കളയുക. ഓക്കെ. ഉള്ളിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത്തരം സംഗതികൾക്കൊക്കെ അത് ഗുണമാവും. പിന്നെ അതുപോലെ നന്ദ്യാർവട്ടത്തിൻ്റെ പൂക്കളിട്ട് വെച്ച് വെള്ളം ഒരു രാത്രി മുഴുവൻ കീപ്പ് ചെയ്ത് പിറ്റേന്ന് അതുകൊണ്ട് കണ്ണ് കഴുകിയാൽ കണ്ണിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. മനസ്സിലായോ? അപ്പോൾ ഇത്തരം സംഗതികൾ, ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു. ഇതുവരെ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.